കുഞ്ഞാപ്പോ നിക്കോ എല്ലാ ഇജ് പമ്പരം തിരിച്ചടിക്കല്ലേ എല്ലാ ഇജെന്തിനാ മുത്തുമോനെ കല്ലെടുത്തെറിഞ്ഞു പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ഞാൻ അതിപ്പോ അന്നെ 2 ദിവസമായിട്ട് ഞാൻ കാണാനില്ല. കാരണം ഇപ്പൊ ചോദിക്കാൻ വേണ്ടി നിൽക്കാൻ തന്നെ കണ്ടിട്ട് എന്റെ ഉമ്മക്ക് കഷ്ടപ്പെട്ടിട്ട് പമ്പരം ഉണ്ടാക്കിയെന്ന് മുത്തുമോനെ കേടെത്തി ഞാന് കല്ലെടുത്ത് കട്ടോണ്ട് എറിഞ്ഞു. എന്താ മുത്തുമോനെ കണ്ട് ആ ചെക്കങ്ങോട്ട് വരട്ടെ മോനെ ഞാൻ കാണിച്ചു കൊടുത്താളാണ്. ഉമ്മാനോട് പോയി പറഞ്ഞു. ഇമ്മ അറിഞ്ഞു ഞാൻ പോണ്ട, മുത്തുമോനൊന്നും പോണ്ട. ഞങ്ങള് ഇവിടെ ഉണ്ടായിരുന്നില്ലടാ. അതാണ് കാണാഞ്ഞല്ലേ. ഞങ്ങള് മോനെ അമ്മായിന്റെ അടുക്ക് പോയപ്പോളേ എന്താണ് അമ്മായിന്റെ ഞാനും ഉമ്മൊക്കെ പോയി നിക്കാന്. അമ്മായിന്റെ അടുക്ക് പോയപ്പോ ഞങ്ങളെ കുഞ്ഞിമ്മ ഇല്ലേ, കുഞ്ഞിമാനെ ഞങ്ങള് വലിയ രോഗ്യൊന്നും ഇല്ലല്ലോ. കുറച്ച് ദിവസമായിട്ട് ഞാനും ഉമ്മയൊന്നും മുണ്ടൂരോ കുഞ്ഞിമാനായിട്ട്. അതെന്താണാവാം അറിയില്ല. അങ്ങനെ കുഞ്ഞിമാക്ക് വെജാന്ന് അറിഞ്ഞിട്ട് ഞാനും ഉമ്മയും കാണാൻ പോയി. നീ മരിച്ചു പോണ ആൾക്കാരല്ലേ, തെറ്റും മെനക്കും വേണ്ടല്ലോ വെച്ച് ഞാനും ഉമ്മയും കൂടി കാണാൻ പോയി. ചെന്ന പാട് കുഞ്ഞിമാട് കരച്ചില് തുടങ്ങി. ഉമ്മയാ അപ്പൊ ഞങ്ങള് കൊറേ കാലം തെറ്റി നിന്നിട്ട് അപ്പൊ ഞങ്ങളെ കണ്ടപാട് കരഞ്ഞതാവേ. അപ്പൊ ഞങ്ങള് വർത്താനൊക്കെ പറഞ്ഞ് കുഞ്ഞിമ്മ ഇങ്ങനെ കരയന്നെ. അപ്പൊ ഞങ്ങൾ കുറച്ചേരം നിന്നിട്ട് ഞാനും ഉമ്മീന് പോന്നു. അപ്പൊ അമ്മായി ഉണ്ടായിരുന്നു. എന്ത് കുഞ്ഞമ്മ കാര്യണ് ചോദിച്ചോടാ എനിക്ക്? ഞങ്ങൾക്ക് അറിയില്ലല്ലോ. കൊറേ തെറ്റി മുണ്ടാൻ പോയപ്പോ കരഞ്ഞതാവും സങ്കടം കൊണ്ട്. ശരി, നിങ്ങൾ വന്ന സന്തോഷം കൊണ്ട് കരഞ്ഞാവുന്നു. തെറ്റി. അങ്ങനെ അമ്മായി കുഞ്ഞിമാനോട് കൊറേ വർത്താനം പറഞ്ഞിട്ടേ. അപ്പൊ കുഞ്ഞിമ അറിയാത്തത് എന്തിനാണ് ആ ചെക്കനും കളി ഇവിടെ വന്നിക്കണത്, കണ്ണെടുത്താ കണ്ടൂടാ. ചെക്കനും തള്ളിയും വന്ന കാരണം ഞാൻ കരഞ്ഞത്. ചെക്കന് കുടുംബക്കാരെക്കാട്ടി നന്ന് അയൽവാസിന്റെ ഒരു പെണ്ണായിട്ട് സൈനാന്ന് അറിഞ്ഞു. ഓള് തന്നെ എനിക്ക് കുഴപ്പമില്ല. ചെക്കനും തള്ളി വരണത് ഇഷ്ടല്ല. അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഇമ്മ വിചാരിച്ചു ഇമ്മാന്റെ വിചാരോ ഞങ്ങളെ കണ്ടിട്ട് കരഞ്ഞാന്ന്. അതൊക്കെ അമ്മായി ഞങ്ങളോട് പറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ഉമ്മ അറിഞ്ഞ് കുഞ്ഞാപ്പോ നമ്മളെ വെച്ചാനറിഞ്ഞ് നമ്മളിന്ന് പോയി, ഇനി നമ്മക്ക് പോണ്ട. ശരി, നിങ്ങളവിടെ ചെന്നതിനാണ് കരഞ്ഞല്ലേ? ഞങ്ങളവിടെ ചെന്നതിനാണ് കരഞ്ഞത്, വന്നതിനുള്ള ദേശം. അപ്പൊ കുഞ്ഞിമ്മ വായിച്ചിക്കണതേ കുഞ്ഞിമാനെ ഞങ്ങള് കളിയാക്കാൻ വേണ്ടി ചെന്നതാന്നാ. ഞങ്ങള് എന്താ വെച്ചാ ഉമ്മാരിഞ്ഞ് മരിച്ചു പോണ ആൾക്കാരല്ലേ, കുഞ്ഞിമാക്ക് വെജായിട്ടൊന്ന് കാണാൻ പോയതല്ലേ. അപ്പൊ കുഞ്ഞിമാന്റെ വിചാരം ഞാനും ഉമ്മയും തെറ്റി നിക്കല്ലേ. അപ്പൊ ഇനി കുഞ്ഞിമാക്ക് വെജാന്ന് കണ്ടപ്പോ ഞാനും ഉമ്മയും കൂടി കുഞ്ഞിമാനെ കളിയാക്കാൻ വന്നാച്ചിട്ടാണ് കുഞ്ഞിമാന്റെ വിചാരം. അങ്ങനെ മോനെ അമ്മായി പറഞ്ഞ കാരണം ഞങ്ങള് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. ഇഞ്ഞാണ് പോണ്ടായിരിക്കും ഉമ്മ. അങ്ങനെ ആക്കാൻ പറ്റേ. പിന്നെ എന്നോട് അറിഞ്ഞു മറ്റേ പെണ്ണില്ലടാ, എന്താണ് സാച്ചി എന്ന പെണ്ണ്. ആ പെണ്ണ് പാവല്ല, എന്താണ് യൂട്യൂബറാ. യൂട്യൂബർ പറഞ്ഞിട്ട് ആ പണിയാടി അന്നാങ്ങനെ പറഞ്ഞില്ലേ. ഉപ്പച്ചിങ്ങൾക്കൊക്കെ എന്തിന്റെ ചൊറിച്ചലല്ലേ, കൊച്ചുങ്ങൾ അങ്ങനൊക്കെ ജീവിച്ചോട്ടെ. ഉപ്പച്ചക്ക് എന്താ നഷ്ടം? ഈ പറഞ്ഞ ആൾക്കാർ കണ്ണിന്റെ അങ്ങനെ ആവാൻ പറ്റുന്ന. ആ പെണ്ണിന് ഇപ്പൊ കജ്ജില് കായും വരുന്നുണ്ട്, ഒക്കെ വരുന്നുണ്ട്. ഇന്നോട് ഒരു ചെക്കൻ പറയാത്ത ഞാൻ പൊതുവെ ചില ജനങ്ങൾ എന്താ കുഞ്ഞാപ്പ് വിളിച്ചാല് ആ പെണ്ണ് വന്ന് കെടുക്കൂന്ന് അറിയാത്ത ഒരു ചെക്കന് ഒരാളോട്. എന്നിട്ട് ഇമ്മ അറിഞ്ഞത്. എന്നിട്ട് ഇമ്മ ഇനി പറയാത്തല്ല. ഇമ്മ പറയാ, ഇമ്മ എന്റെ വാപ്പ മരിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇമ്മക്ക് ഒരു പെരേക്ക് പണിക്ക് പോവാൻ ആൾക്കാർ പറയും അല്ലെ, പരിഹസിക്കും. എന്താ ഓളം മാറ്റി പിടിച്ച് പോണണ്ടില്ലേ. ഇമ്മ ആ പെണ്ണിന് പാവാണ്. ആ പെണ്ണ് 5 കുട്ടികളൊക്കെ നോക്കണ്ടേ. അപ്പൊ ആ പെണ്ണ് എന്താ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് അത്ര. അപ്പൊ അതിന് കായൊക്കെ കിട്ടും. അപ്പൊ ആൾക്കാര് കിബറും കുഞ്ചും കിബറൊക്കെ കാരണം ആ പെണ്ണിനെ പറ്റി ഒരു 10 പൈസ ഉപകാരമില്ലാത്തവരും അങ്ങനെ പറയുള്ളൂ. ഒന്നിനും കൊള്ളൂ. എന്നിട്ട് എന്നോട് എന്താ പറഞ്ഞു ഒപ്പം കിടക്കാനല്ലേ ഇജ്ജി വിളിച്ചാലും എന്റെ ഒപ്പം വരുന്ന ഓള് വരും. അത്ര നിന്റെ അമ്മക്ക് നല്ല ദേഷ്യം പിടിച്ചിട്ടുണ്ട്. അങ്ങനൊക്കെ പറയാൻ വേണ്ട പെൺകുട്ടികളെ പറ്റിട്ടൊക്കെ അല്ലേ ഇവര് കുമ്മി മാപ്പി അമ്മങ്ങന്മാരൊക്കെ. ബുദ്ധിയില്ലാത്ത ആൾക്കാരുണ്ട്, നമ്മളെല്ലാരും ഒരുപോലെ അല്ലേ. എന്നെ പോലെ ബുദ്ധിയില്ലാത്ത ആൾക്കാർ വേറെ ഉണ്ടാവും. അതന്നെ ഇന്നെ പോലെ എന്ത് അല്ല ഒന്നല്ല, അത് ഞാൻ ഇവിടെ പറഞ്ഞ ഒരു പെണ്ണിനെ പറ്റിങ്ങനെ പറഞ്ഞപ്പോ ആർക്കും വിഷമാവില്ലല്ലേ. എന്നിട്ട് ഇപ്പൊ എന്തായി? എന്നിട്ട് സാജിന്റെ പ്രശ്നം പിന്നെ ഞക്കൊന്നും അറിയില്ലട്ടാ. ഇങ്ങനെ
അങ്ങനെ പറഞ്ഞു കേട്ടതാണ് ഞാൻ. ആ പെണ്ണ് എങ്ങനെയാലും ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കാണ്ട് ഇവർക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല. സഹായിക്കൂല്ല, ഒന്നും കൊടുക്കൂല്ല. ആൾക്കാരെ എങ്ങനെയെങ്കിലും താത്തി കെട്ടണമെങ്കിൽ താത്തി കെട്ടിക്കൊണ്ടിരിക്കും. അല്ല എവിടേക്കഞ്ഞിപ്പോ പോണത്? അമ്പലം വെച്ച് നടത്തിയടാ. ശരി, എവിടെ പോണ്? ഞാൻ അങ്ങനെ പോവാ.